കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാനായി പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്തിരിക്കുന്നത് എന്നറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആകാംക്ഷയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല, ചൊവ്വാഴ്ചയല്ലേ, ഇപ്പോൾ തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ ചെന്നിട്ട് ആ മഞ്ജുളാലിൻ്റെ അവിടെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ചു വരുമ്പോൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. സർവ്വവിഘ്നങ്ങളും അകറ്റാനായിട്ട് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരമൊക്കെ കാണും. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കേശവ, അതായത് ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണം കെട്ടിച്ചത് കാണാം. അതിൻ്റെ നടുക്കായിട്ട് ആ മഹാലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അവിടെയൊക്കെ തൊഴുത് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ആ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടത് ഭാഗത്തേക്കുള്ള അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ കിടാവിളക്ക് കത്തിയിരിക്കണ കാണാം. ഒരു ചില്ലും കൂട്ടിലിങ്ങനെ അവിടെ നാരായണീയൻ രചിച്ച മേൽപ്പത്തൂർ അവിടെ ഇരുന്നിട്ടാണ് രചിച്ചതെന്നാണ് പറയണത്. അപ്പോൾ അവിടെ നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത്തെ വശത്ത് ആദ്യത്തെ തൂണ് നോക്കിയിട്ട് ഒരു നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ, നല്ല രസം. ഒന്നിങ്ങനെ വലിയ പാമ്പിനെയൊക്കെ കാണാണ്ട്, പാമ്പിനെ കണ്ട് നോക്കുമ്പോൾ പാമ്പിനെ ഇങ്ങനെ ആ തലകളൊക്കെ കാണാണ്ട്, അതിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ നോക്കുക. പാമ്പിൻ്റെ ആ പടമൊക്കെ ഇങ്ങനെ പട്ടുകൊണ്ട് ചുവന്ന പട്ടമൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നല്ല വീതിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നൃത്തം ചെയ്യലൊക്കെ കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വേഷത്തിലാണ് അവിടെ നിൽക്കുകയാണ് ആൾ. 2 കാലും ഇങ്ങനെ ഇതായിട്ട് അവിടെ നിൽക്കണു. അങ്ങനെ ഒരു ഇടത്തെ കയ്യിൽ കാളിയൻ്റെ വാലിങ്ങനെ പിടിച്ചിട്ടുണ്ട്. കാളിയൻ്റെ ദർപ്പമൊക്കെ അകറ്റി, അതായത് ആ ഒരു അഹങ്കാരമൊക്കെ ശമിപ്പിച്ചിട്ടുള്ള നിപ്പാ. മത്സരമായ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ, അതായത് ആ തലയ്ക്കുള്ള ഫണത്തിൻ്റെ മുകളിലുള്ള ആ ചവിട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ആ അഹങ്കാരത്തെയൊക്കെ നിശേഷം നശിപ്പിച്ച് ആ ഒരു പാവത്താനായ വട്ടിലുള്ള ആ കാളിയൻ്റെ തലയിലിങ്ങനെ ചവിട്ടി നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അങ്ങനെ നോക്കി വരുമ്പോൾ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാൽവളകൾ കണ്ടു, നമ്മൾ പാട്ട് ഞൊറിഞ്ഞു കൊടുത്തത് കണ്ടു. അരമണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാണ്ട്. പിന്നെ കുമ്പൊക്കെ കുറച്ചൊക്കെ ഉയർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, അതുകൂടാതെ നോക്കുമ്പോൾ അങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ ആ ഒരു മുല്ലമുട്ട് പോലത്തെ ഒരു മാല, അങ്ങനെ അത് കാണാണ്ട്. പിന്നീട് ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. അങ്ങനെ നിറഞ്ഞിട്ട് തന്നെ കഴുത്തിലൊക്കെ നിറഞ്ഞിങ്ങനെ ഉണ്ട്. പിന്നെ കാണാനുള്ളത് പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടി കളവ കൊണ്ട് ചാർത്തിയിട്ടുണ്ട് പീലി. അതിൻ്റെ മുകളിൽ തിരുമുടി മാലകൾ 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്ന്, തെച്ചിയും തുളസിയായിട്ടുള്ളതും അങ്ങനെ കാണാണ്ട്. പിന്നെ ചെറിയൊരു ഉണ്ടമാലകൾ കാണാണ്ട്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ നല്ല തിക്കിൽ തന്നെയുള്ള ഉണ്ടമാലയാണ്. അതും വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ട് ഇങ്ങനെ. പിന്നെ താമരയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു മാലകളാണ്, 2 മാലകൾ കാണാണ്ട്. പിന്നെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്. ആ ഇടത്തെ കൈ ഇങ്ങനെ കാളിയൻ്റെ വാല് പിടിച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കുഴലുണ്ട്. വിളിക്കൊന്നുമല്ല, അങ്ങനെ നിൽക്കുകയാണ് കയ്യിൽ പിടിച്ചിട്ട്. അതായത് ക്ഷീണിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ മാതിരി തന്നെ. കാരണം കാളിയൻ്റെ ദർപ്പമൊക്കെ ഇങ്ങനെ അകറ്റിയിട്ട് കാളിയന് നല്ലൊരു എന്താ പറയുക, തെറ്റുകളെ ഒക്കെ പശ്ചാത്തപിച്ചിരിക്കുന്ന സമയം പോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനാണ്. നല്ല രസമായിട്ട് നല്ല തേജസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ഭക്തരെ കാത്തു നിൽക്കുക. നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളുടെ ഉള്ളിൽ എന്താ വിഷമല്ലേ ഉള്ളൂ. നമുക്കെന്താ അസൂയയും കുരുട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പണ്ട് എന്നാണ്. അപ്പോൾ എല്ലാ ദർപ്പങ്ങളെയും അകറ്റിത്തരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ആ കാളിയമർദ്ദന രൂപത്തെ. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ.
കാളിയമർദ്ദന രൂപമാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലെന്ന് നോക്കി തൊഴുത് അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ചുവരിൻ്റെ മുകളിലുള്ള ആല്യക്കണ്ണനെയും കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ സുഖമായിട്ട് ദർശനമാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കൊമ്പ്, തുമ്പിക്കൈ, അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് കളവൊക്കെ ആയിട്ട് നല്ല സുന്ദര ഗണപതിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനകളുണ്ട്, അങ്ങനെ ഉള്ള കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ കോർണറിലേക്ക് ഇങ്ങനെ എത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ധാരാളം പൂക്കളുണ്ട്. താമരപ്പൂക്കൾ ധാരാളമുണ്ട്. അതേപോലെ തുളസിപ്പൂവ് മുകളിൽ ഇങ്ങനെ ഉണ്ട്, മുല്ലപ്പൂവുണ്ട്. അങ്ങനെ പിന്നെ ഒരു മാല, വേറെ ഒരു മാല ഉണ്ട്, ബ്രഹ്മാവിന് ചാർത്തിയതുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അവിടെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ചതിന് ശേഷം തിരിച്ചു ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ ദശാവതാര വിഗ്രഹങ്ങളിലൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ആ കൃഷ്ണനെയും അതേപോലെ ആ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് വരാം. എന്നിട്ട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. അവിടെ നാഗ് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ഒരു കൊടിമരം കാണാം. കൊടിമരം കണ്ടൊന്ന് തൊഴുക. പിന്നീട് നമ്മൾ ആ നൃത്ത അറയിലേക്ക് നോക്കാം. അതേപോലെ മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് വരിക. അങ്ങനെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ ഭഗവതീനെ, എടത്തരികത്തുകാവ് ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോരുക. അവിടെയൊക്കെ സുഖമാണ്, വളരെ സുഖമാണ്, യാതൊരു തിരക്കുമില്ല. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്ന് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഭഗവതീനെ ഇങ്ങനെ അലങ്കരിച്ച് വരികയാണ്. നല്ല രസമായിട്ടുള്ള അലങ്കാരങ്ങളാണ്. ഇന്നിപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അലങ്കാരമായിട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ ധാരാളം മാലകളുണ്ട്, പൂക്കളുണ്ട്, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ ആ ഭഗവതീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നല്ല കണ്ണൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എന്തൊരു സുന്ദരിയായിട്ടായിരിക്കും കേട്ടോ. ഭക്തരെയൊക്കെ കാണാനേ, മക്കളെ കാണാനായിട്ട് വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കണ അമ്മ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയതാവും.
അത് കഴിഞ്ഞാൽ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപത്തെ ഒന്നുകൂടി കാണാം. അത് കണ്ട അവിടുന്ന് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമീനെ കാണാനായിട്ട് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ തിരക്കൊന്നുമില്ല. ചോറൂണൊക്കെ അത് തന്നെയല്ലേ വിടുന്നത്. രാവിലെ മാത്രമാണ് കുറച്ച് തിരക്കുണ്ടാകും ആ പ്രാദേശികത്തിൻ്റെ, അതേപോലെ വൈകുന്നേരം. ബാക്കി ചോറൂണിൻ്റെയൊക്കെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ വളരെ സുഖം, അവിടെ ഒന്നും അധികം ആളില്ല. അപ്പോൾ അയ്യപ്പസ്വാമീനെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. 2 കിരീടം, തട്ടുള്ള കിരീടമാണ് വെച്ചത്. പിന്നെ വലിയ ആ മാങ്ങ പോലത്തെ മാല ഉണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ മാലകളുണ്ട്, നന്നായിട്ടുണ്ട്. ചെവിപ്പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല പാവുമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകൾ, പൂക്കളുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞൊന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ ആ രുദ്രതീർത്ഥത്തിൻ്റെ നടുവിലേക്ക് നോക്കിയാൽ നമ്മൾ ശ്രീലകത്ത് കണ്ട അതേ രൂപം, കാളിയമർദ്ദന രൂപമുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ട് തൊഴാം. ഇന്നകത്തും പുറത്തും കാളിയമർദ്ദന രൂപം. അപ്പോൾ അത് കണ്ട് തൊഴുത് നാരായണാലയത്തിൽ വരിക. അങ്ങനെ ഭജന പാടുന്ന കുറേ ധാരാളം ഭക്തരെ കാണാം. അതിൻ്റെ കൂടെ നമുക്ക് പാടണമെങ്കിൽ പാടാം, ഇരിക്കണമെങ്കിൽ ഇരിക്കാം കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിൽ ഒന്നുകൂടി ഒന്ന് തൊഴുത്, അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ആ കാളിയമർദ്ദന രൂപത്തെ ഒന്നുകൂടി കാണാനായിട്ട് നമുക്ക് ഭഗവാന്റെ ശ്രീകോവിലേക്ക് നോക്കാം. എന്നിട്ട് കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ തെക്കേ നടയിലുള്ള ആ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹേശ്വരനെയും പാർവതീദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നമ്മൾ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അജയകുമാർ ചോതി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ആദിദേവ് സുരേഷിന് അവരുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സുധീർ തൃക്കേട്ട അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ. എന്നാൽ നമ്മുടെ വെണ്ണക്കണ്ണൻ്റെ കാര്യം കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ അതെന്താ വെച്ചാൽ എപ്പോൾ നോക്കിയാലും വീട്ടിൽ ധാരാളം ഉണ്ട് വെണ്ണ. യശോദാമ്മ ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. അതൊന്ന് കട്ടെടുക്കാനൊന്നും ആൾക്ക് അത്ര താല്പര്യമില്ല. അതിടയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷേ പുറത്തുള്ള ഗോപികമാരുടെ വീടുകളിൽ പോയിട്ട് എവിടെയാണോ നല്ല വെണ്ണ ഉള്ളത് അതൊക്കെ എടുത്ത് കഴിക്കും. ആ ഒരു സ്വഭാവമുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടി എന്തായാലും വിൽക്കാനൊന്നും പറ്റണില്ലേ. ഉള്ളതൊക്കെ കണ്ണെടുത്തുകൊണ്ട് പോകല്ലേ. അപ്പോൾ ഇനി എന്തായാലും കണ്ണന് കൊടുക്കാതെ നമുക്കിത് പുറത്ത് മധുരയെ കൊണ്ടുപോയിട്ട് വിൽക്കാം. അപ്പോൾ പുതിയ കാലമൊക്കെ ആക്കിയിട്ട് വേഗം തൈര് കടഞ്ഞ ഉടനെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഗോപികമാർ തീരുമാനിക്കുക. അങ്ങനെ ഗോപികമാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇങ്ങനെ പറയുക, നമുക്ക് നാളെ തൊട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകാം. കണ്ണനെ കാണും വേണ്ട, കണ്ണൻ വന്നാൽ ഇവിടെ കലം പഴയത് കാണും. അപ്പോൾ അതിലുണ്ടാവും എന്ന് വിചാരിച്ച് കണ്ണൻ ഇരിക്കുന്നതാണ് അവർ വിചാരിച്ചത്. എന്നിട്ട് പുതിയ കലമൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും തൈരൊക്കെ കടഞ്ഞ് ആ വെണ്ണയായിട്ട് ഇങ്ങനെ പോരുക. അപ്പോൾ ഓരോരുത്തർ പോരുമ്പോൾ അവർക്ക് വിഷമമുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ കണ്ണന് കൊടുക്കാതെ കൊണ്ടുപോകുക വെച്ചാലൊരു വിഷമമാണ് ഇനി എന്നൊക്കെ പറയുക അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടേ. എന്നാലും കുറച്ച് നമുക്ക് കൊടുക്കായിരുന്നില്ലേ അന്നൊക്കെയുള്ള കാരണം ഗോപികമാർക്ക് എല്ലാവർക്കും കണ്ണനെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞ് വരുമ്പോൾ വലിയൊരു ഏകദേശം ഒരു കാടിൻ്റെ അതിൽ കൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ വലിയൊരു ആല് കാണാം.
അപ്പോൾ ആലിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആലിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ആലിങ്ങനെ വിറയ്ക്കുകയാണ്. ആലിൻ്റെ ശിഖിരങ്ങളിങ്ങനെ വിറയ്ക്കുമ്പോൾ അത് എന്തോ ഒരു പന്തിയേടി തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ അന്തം വിട്ടു, കാരണം ഇവർക്ക് ആ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആലിൻ്റെ അവിടെ നിന്നൊരു രാക്ഷസ ശബ്ദം കേൾക്കുകയാണ്. ഭയങ്കര, നിങ്ങളെവിടേക്കാണോ, നിങ്ങളാരാണ്, എന്താണ്? അപ്പോൾ ഞങ്ങളിങ്ങനെ വ്രജത്തിൽ നിന്ന് വരുന്നു. വ്രജത്തിലാണെങ്കിൽ 2 കുട്ടികളുണ്ടല്ലോ അവിടെ, ഒരു ഭയങ്കര എന്താ പറയുക, എല്ലാവരെയും കൊല്ലുന്ന, അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കുന്ന 2 കുട്ടികളുണ്ടല്ലോ, അവരെ കൊല്ലാനായിട്ട് വന്ന രാക്ഷസനാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവർക്ക് ആകെ പേടിയായിട്ടോ. അതായത് തങ്ങളുടെ സ്വന്തം കുട്ടികളെ, അതായത് കണ്ണനെയും ബലരാമനെയാണ് ഈ പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അത് വരാതിരിക്കണം എന്ന് പറഞ്ഞിട്ട്, അയ്യോ അതൊന്നുമില്ല, കുട്ടിയൊക്കെ മനുഷ്യ ജന്മത്തിലുള്ളതാണ്, പാവം കുട്ടിയാണ്, കണ്ണനാണ് എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ ഒരു പറയാണ്, എന്നാൽ പിന്നെ ഒരു ഉപാധി വെക്കാം, നിങ്ങൾ കൊണ്ടുവരുന്ന ആ വെണ്ണ ഒക്കെ എനിക്ക് തരണം, ഇനി കണ്ണനൊന്നും കൊടുക്കണ്ട, എനിക്ക് തരാം, ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന്. അങ്ങനെ അവർ സമ്മതിക്കുക. കാരണം എന്താ വെച്ചാൽ കണ്ണനെ രക്ഷിക്കണമല്ലോ. കണ്ണനില്ലാതെ ഇവർക്ക് ജീവിക്കുക എന്നുള്ളതേ ചിന്തിക്കാനില്ല. വെണ്ണ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാലും കണ്ണനില്ലാതെ ജീവിക്കാൻ ഗോപികമാർക്കാവില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ വെണ്ണ കൊടുക്കാൻ വേണ്ടി ഒരാളിങ്ങനെ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ ആ കൊണ്ടേ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചില്ല ഇങ്ങനെ താന്ന് വരികയാണ്. ആ ചില്ല താന്ന് വന്നിട്ട് ഈ വെണ്ണ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. വെണ്ണ അവിടെ വെച്ചിട്ടാണ് തിരിഞ്ഞിക്കാൻ പറയുകയാണ്. അപ്പോൾ ആ വെണ്ണ വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു, ഈ വെണ്ണക്കലാണ് കൊണ്ടുപോയി. അങ്ങനെ ഓരോ ചില്ലകളിൽ നിന്നും ഇങ്ങനെ താന്ന് വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. ഓരോ ജില്ലകൾക്കും സാധനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും തങ്ങൾ കൊണ്ടുവന്ന വെണ്ണയൊക്കെ പോയിച്ചാലും കണ്ണനെ കൊണ്ടുപോയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ആ ദിവസവും ഇങ്ങനെ വെണ്ണ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ണ കൊണ്ടുപോയി കൊടുക്കണത് ആരെ വാങ്ങണമെന്നറിയോ? ആ ഉണ്ണിക്കണ്ണനാണേ. ഉണ്ണിക്കണ്ണനും ഗോപന്മാരും കൂടി, ഉണ്ണിക്കണ്ണൻ ഒരു ആലിൻ്റെ ആ ശിഖരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അമർന്ന് കിടക്കും. എന്നിട്ട് മറ്റൊരു ബാക്കിയുള്ള കൂട്ടുകാർ അതിനെ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ആ വെണ്ണക്കാലം കൊണ്ട് കിട്ടിയാൽ അതെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കഴിക്കും. അങ്ങനെ ശീലമാക്കി. അതാണ് ഉണ്ടായത്. പക്ഷേ അതിൻ്റെ ഒരു കഥയുടെ ബാക്കി എന്താ വെച്ചാൽ, പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ഇന്നും ആ ഒരു അങ്ങനത്തെ ആലുകളുണ്ട് അത്രേ. ആലിൻ്റെ ഇലകൾ ശരിക്കും ആലിൻ്റെ ഇല കുമ്പിൾ കുത്തിയിട്ടാണ് ഈ വെണ്ണ എടുത്തിരുന്നത് എന്നാണ് കണ്ണനും ഗോപന്മാരും. അപ്പോൾ ആ ആലിൻ്റെ അങ്ങനത്തെ ആലുകൾ, ആ ജനുസിൽപ്പെട്ട ആലുകൾക്കൊക്കെ ശിഖരങ്ങൾ ധാരാളം ഉണ്ടാവും. ശിഖരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകൾ ധാരാളം ഇങ്ങനെ ഉണ്ടാവും. ആ ഇലകളൊക്കെ ഇങ്ങനെ കുമ്പിൾ കുത്താൻ പറ്റുന്ന പാകത്തിലുള്ള, കുമ്പിൾ പോലെയുള്ള ആ ഒരു കാഴ്ചയാണ് എന്നാണ് പറയുന്നത്. ഇന്നും അവിടെയൊക്കെയുള്ള ആലുകൾ അങ്ങനത്തെ ഇലകളുണ്ട് എന്നാണ്. അപ്പോൾ അതൊരു ഐതിഹ്യമായിട്ട് കാണുന്നുണ്ട്. ഇനി എന്തായാലും നമ്മുടെ കണ്ണൻ്റെ ഓരോരോ മായാജാലങ്ങളും വികൃതികളും എത്ര കണ്ടാലും കേട്ടാലും നമുക്ക് മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, നമ്മുടെ ഉച്ചപൂജയൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ.